എല്ലാവർക്കും നമസ്കാരം. അച്ചൂസ് ഹാപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചുവിൻ്റെ ഋതുമതി ചടങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. കുളി കഴിഞ്ഞിട്ട് ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ ആതിര, മാമനും പിന്നെ മാമൻ്റെ കുട്ടിയും അമ്മായിയും അമ്മമ്മയും എല്ലാവരും കൂടെ അവളെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണ്. മാമനാണ് കുട ചൂടി കൊടുക്കുന്നത്. പിന്നെ ഒരു തട്ടിൽ പൂവൊക്കെ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അച്ചു എടുത്തിരിക്കുന്നത്. പഠിക്കാൻ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടേ അതാണ് അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നു. അമ്മമ്മ ഇനി മഞ്ഞൾ വെള്ളം കൊണ്ട് അവളുടെ കാല് കഴുകിപ്പിക്കും. കാലൊഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളതുകൊണ്ട് വലിയ പാവാടയാണ് അച്ചുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി പിടിച്ചു കൊടുക്കുന്നത്. അതിനെ കുട്ടി ഇനി അകത്തേക്ക് കയറിയിട്ട് അതവിടെ കൊണ്ടുവയ്ക്കുകയാണ്. എന്താ ചെയ്യണ്ടേ ചോദിക്കണം. ഇനി ഒരുങ്ങാന്ന് പറഞ്ഞു ഞാൻ. ദാവണിയാണ് അവൾ കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ദാവണി. പിന്നെ അതിന് വേണ്ട ക്യൂടെക്സ് മുടിയുമല്ലിടുന്നത്, സ്ലൈഡ്, പൊട്ട്, വള, മാല, കമ്മൽ ഇതെല്ലാം അവർ കൊടുത്തിരുന്നു. അതുകൂടാതെ ബ്രേസ്ലെറ്റ് കൊടുന്നു. പിന്നെ കിണ്ടി, വിളക്ക്, പലഹാരങ്ങൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെ ഇതൊക്കെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും കൊണ്ടുവന്നിരുന്നേ. ഒരുക്കാനുള്ളതും വിൽക്കാനുള്ളതുമെല്ലാം. ഞങ്ങളുടെ വക ഞങ്ങളൊരു ഡയമണ്ട് നെക്ലേസും ഡയമണ്ടിൻ്റെ ഒരു കമ്മലും പിന്നെ അവൾക്കൊരു ഗോൾഡിൻ്റെ ഒരു വളയും വാങ്ങിയിരുന്നു. പിന്നെ സുനിയേട്ടൻ്റെ മാഷിൻ്റെ വക ഒരു ബ്രേസ്ലെറ്റ് കൊടുത്തിരുന്നു. പിന്നെ അമ്മമ്മ വീട്ടിൽ നിന്ന് അവരെ വക ഒരു ബ്രേസ്ലെറ്റ്. നമ്മൾ അടുത്ത ചടങ്ങാണ്. മാമനവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഇതെല്ലാം പന്തൽ, ഈ ഡെക്കറേഷൻ എല്ലാം മാമനും അമ്മായിയും ചേച്ചിയും ഏട്ടനും പറയുമ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മക്കൾ അവരാണ് എല്ലാം ചെയ്തത്. അവൾ ഒരുക്കിയതും എല്ലാം അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ പന്തലിൽ കൊടുന്നിരുത്തി. ഇനി മധുരമൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ്. ഇത് അമ്മുവാണ്. എല്ലാവരും അവൾക്ക് മധുരം കൊടുക്കുകയാണ്. തട്ടിൽ മധുരം, ജിലേബി, ലഡു, ഇങ്ങനെ സ്വീറ്റ്സ് കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈന്തപ്പഴം എല്ലാം. കുറച്ച് പേര് ചടങ്ങിൻ്റെ സമയത്ത് കുറച്ച് പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ ഫാമിലി മാത്രമുള്ളൊരു ചടങ്ങാണ്. ഞങ്ങൾ ആദ്യം ഇത് നടത്തണം എന്ന് വിചാരിച്ചിരുന്നില്ല. പിന്നെ നമുക്കെല്ലാവർക്കും ഫാമിലിക്ക് ഒന്ന് ഒരുമിച്ച് കൂടാൻ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങളതെല്ലാം പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എല്ലാവരും വിളിച്ച് പറഞ്ഞതൊക്കെ. ഒരു കിണ്ടിയിൽ വെള്ളത്തിൽ വെറ്റില പൊതികൾ 7 പൊതികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഓരോരുത്തർ കൊടുക്കുകയാണ്. മാമന്, അമ്മായിക്ക്, അമ്മമ്മയ്ക്ക്, അച്ചമ്മയ്ക്ക്, പിന്നെ അവളെ അച്ഛന്, എനിക്ക്, ഇങ്ങനെ 7 പൊതികൾ തന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരു പൊതി എടുത്തു. അമ്മയമ്മയ്ക്ക് കൊടുക്കുകയാണ് ഒരു പൊതിയെ. എനിക്കും തന്നു. അച്ചമ്മയ്ക്കും കൊടുത്തൊരു പൊതി. ഇനി എല്ലാവരും കൂടെ അതങ്ങനെ അഴിച്ചു നോക്കുകയാണ്. എന്താണ് ഓരോ പൊതിയിലൊന്ന് കെട്ടിവെച്ചതല്ലേ, എല്ലാവരും ഇത് അഴിച്ചു നോക്കും. എനിക്ക് പിന്നെ കരിക്കട്ടയാണ് കിട്ടിയത്. എനിക്കത് കണ്ടപ്പോൾ ചിരി തോന്നി, ചിരി വന്നു. പിന്നെ അമ്മമ്മയ്ക്ക് അമ്മയ്ക്ക് നാണയം കിട്ടി. മേമയ്ക്കാണ്, അച്ചുവിന് മഞ്ഞളാണ് കിട്ടിയത്. മേമയ്ക്ക്, അതായത് അച്ചുവിൻ്റെ അച്ചമ്മയ്ക്ക് ഗോൾഡ് കിട്ടി. മഞ്ജുവിന് അരിയാണ് കിട്ടിയത്. മാമന് തുളസിപ്പൂവ് കിട്ടി. അമ്മമ്മയ്ക്ക് നാണയം കിട്ടി. ഇതാ റിക്കിയാണ്, ഞങ്ങളെ റിക്കി മോനാണ്. മധുരം കൊടുക്കുകയാണ്. നെയ്യപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇത് വേറൊരു അച്ചമ്മയാണ്.
ഇതും വേറൊരു അച്ചമ്മ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഇത് പ്രേമാൻ്റിയാണേ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും വന്നപ്പോഴേ എല്ലാവരും ഒരുമിച്ച് കൂടി ഒക്കെ ഇപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അത് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റിയൊരു ദിവസമായി അത്. എല്ലാവരും ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുക, ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇത് ഷീലേച്ചിയാണേ. എല്ലാവരുടെ വകയും മധുരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അച്ചുവിൻ്റെ മഞ്ജു ആൻറ്റി, എൻ്റെ അനിയൻ്റെ ഭാര്യയാണേ. ഇത് വത്സലേച്ചിയാണ്, സുനിയേട്ടൻ്റെ ചേച്ചിയാണ്. ഇത് മീന ചേച്ചി, ഇത് സുനിയേട്ടൻ്റെ ചേച്ചിയാണ്. ആദരക്കുട്ടിയാണ്, എൻ്റെ ചേച്ചീൻ്റെ മോളാണ്, അച്ചുവിൻ്റെ ചേച്ചി. ഇത് അമ്മു ആൻറ്റി, ഇവിടുത്തെ മേമേൻ്റെ മോളാണ്. അച്ഛന് പഴം കൊടുക്കുകയാണ്. അവർക്ക് പഴം അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെ പൊരിച്ച് കഴിക്കുന്ന ഇഷ്ടം. അതാണ് ചിരിച്ചത്. ഇത് ചിത്ര, എൻ്റെ സുനിയേട്ടൻ്റെയും ഫ്രണ്ടാണ്. ചിത്ര അബിയും അവരും പ്രേമാൻ്റെയും മാത്രം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് അവർ. അതുകൊണ്ടാണ് അവർ വിളിച്ചത്. മാമനും പഴം കൊടുത്തു. ഇത് അച്ചച്ചൻ. അച്ചച്ചൻ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു അച്ചച്ചനാണ്. ഇത് അച്ചുവിൻ്റെ സ്വന്തം തുണ്ടേട്ടൻ. എൻ്റെ ചേച്ചീൻ്റെ മോനാണ് ആദിത്യൻ. ഇത് മോനേട്ടനാണ്. ഇത് സജിത്ത്, അമ്മുവിൻ്റെ ഭർത്താവാണ്, മേമേൻ്റെ മരുമകൻ. ഇത് ബീനേച്ചിൻ്റെ ഭർത്താവാണ്. അതായത് എല്ലാവരുടെ കയ്യിൽ നിന്ന് മധുരമായി കഴിക്കാനുള്ളൊരു ഭാഗ്യം എൻ്റെ കുട്ടിക്കുണ്ടായി. ഇത് അച്ചുവിൻ്റെ വല്യച്ഛനാണ്, സുനിയേട്ടൻ്റെ ജ്യേഷ്ഠൻ. അവർ മക്കളാണ് വന്നത്. അവർ 2 മക്കളാണ്, അബി മാനു. ഇത് റിക്കി. റിച്ചുവിനോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് നാണം. റിക്കി കൊടുത്തു. എന്തായാലും ഞാനും കൊടുത്തു. ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അമ്മൂൻ്റെ വക ഡ്രസ്സ്, മേമേൻ്റെ വക ഡ്രസ്സ്, ഷീലേച്ചി വാച്ചാണ്, നല്ലൊരു വാച്ച് കിട്ടിയ അച്ചുവിന്. വത്സലേച്ചീൻ്റെ വക ഡ്രസ്സ്, ബീനേച്ചീൻ്റെ വക ഡ്രസ്സ്, വത്സലേച്ചീൻ്റെ വക ഡ്രസ്സ്.
ഇത് മനു അബി മനു അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നട്ട്സും ഡ്രസ്സും ആണേ. ഇത് 2 അച്ചമ്മമാർ, അച്ചച്ചനും അച്ചമ്മയും. ഇത് മേമി ഫാമിലിയാണ്. ഷീലേച്ചി മോനേട്ടനും. അമ്മമ്മ, അമ്മായി, ചേച്ചി, ഏട്ടൻ, മാമൻ. ഏട്ടനും ചേച്ചി, വയസ്സിലേച്ചിയും ബീനേച്ചിയും ഭർത്താവും, അബിയും ചിത്രയും, ഞങ്ങൾ. ഏട്ടനും മക്കളും. ഇത് വേറൊരു അച്ചമ്മയാണ്, അച്ചമ്മയും മോളും. മിന്നു. ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. ഇവരിത്തിരി വൈകിട്ട് സുരമാമയും ആൻറ്റി മോനുമാണ്. അവർ വരാനൊരല്പം വൈകി. എല്ലാവരും വകയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മോൾക്ക്. ഇത് പ്രേമാൻറ്റി. നല്ലൊരു സദ്യയായിരുന്നു. കാറ്ററിങ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നേ. നല്ല സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സദ്യ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടപ്രഥമനായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. എന്തായാലും നമ്മൾ ക്ഷണിച്ചവർ ഒരുവിധം ആൾക്കാരെല്ലാവരും വന്നു. കുറച്ച് 4-5 പേരെ വരാത്തുള്ളവർക്ക് വയ്യാത്ത കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും വന്നു. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ വന്നു. എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായി. അതാണ് ഞങ്ങളെ ചിക്കൂഷൻ വാവാവ് ഉറങ്ങിയിരുന്നു. ഇത് ഞങ്ങളെ റിക്കി മോനാണ്. റിക്കിനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ എന്നെ വീഡിയോ എടുക്കുകയാണ്. റിക്കി മാമുണ്ണുന്നുണ്ട്. എന്തായാലും എല്ലാവരും വന്ന് ആ ഒരു ദിവസത്തെ ഭയങ്കര മനോഹരമാക്കി. എല്ലാവർക്കും നന്ദി, ദൈവത്തിനും നന്ദി. താങ്ക് യു.